ചോദ്യം: അമുസ്ലിമിന് ധർമ്മം ചെയ്താൽ പ്രതിഫലം ലഭിക്കുമോ? ഉത്തരം: അതെ, പ്രതിഫലം ലഭിക്കും. ചോദ്യം: ജീവിച്ചിരിക്കുന്നവരുടെ പേരിൽ ധർമ്മം ചെയ്താലോ? ഉത്തരം: പ്രതിഫലം ലഭിക്കും. ചോദ്യം: കൃഷികൾക്ക് ചാണകം പോലുള്ള നജസ് കൊണ്ട് വളം നൽകിയാൽ അതിൽ നിന്നുണ്ടാവുന്ന പഴങ്ങളും മറ്റും ഭക്ഷിക്കൽ അനുവദനീയമാണോ? ഉത്തരം: അതെ, അനുവദനീയമാണ്. കറാഹത്ത് പോലുമില്ല. അതേസമയം വളം നൽകിയ നജസിൻ്റെ വാസനയോ രുചിയോ പഴവർഗ്ഗങ്ങളിൽ പ്രകടമായാൽ അത് ഉപയോഗിക്കൽ കറാഹത്താണ്. ചോദ്യം: ഉമിക്കരി ഉപയോഗിച്ച് പല്ല് തേക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം: ഉമിക്കരി ഉപയോഗിച്ച് പല്ല് തേക്കൽ ദാരിദ്ര്യം ഉണ്ടാക്കുമെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ചോദ്യം: തുമ്മിയവൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ കേട്ടവൻ യർഹമുക്കുല്ലാഹ് എന്ന് പറഞ്ഞില്ലെങ്കിൽ തുമ്മിയവൻ എന്തെങ്കിലും പറയേണ്ടതുണ്ടോ? ഉത്തരം: ഉണ്ട്. യർഹമുനില്ലാഹ്, അള്ളാഹു എനിക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറയൽ അവന് സുന്നത്താണ്. ചോദ്യം: ആർത്തവമുള്ള സ്ത്രീകൾ ഏതെങ്കിലും ചെടിയിൽ സ്പർശിച്ചാൽ അത് കരിഞ്ഞു പോവും എന്ന് ചിലർ പറയാറുണ്ട്. ഇതിന് വല്ല അടിസ്ഥാനവുമുണ്ടോ? ഉത്തരം: അടിസ്ഥാനമുണ്ട്. ആർത്തവകാരിയുടെ കൈകൾ പാലിൽ തട്ടിയാൽ അത് ദുഷിക്കുമെന്നും ചില ചെടികൾ കരിഞ്ഞു പോവുമെന്നും ഹാഫിൾ ഇബ്ൻ ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ചോദ്യം: ചില ഇലകളിൽ പ്രത്യേക നൊര കാണപ്പെടാറുണ്ട്. ഇത് എന്താണ്? നജസാണോ? ഉത്തരം: അതെ, നജസാണ്. ഇത് ഒരു തരം പുഴുക്കളുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നതാണ്. ചോദ്യം: ജീവികളെ കരിച്ചുകൊല്ലൽ അനുവദനീയമല്ലല്ലോ. എന്നാൽ കൊതുക് പോലുള്ള ഉപദ്രവകാരികളായ ജീവികളെ കരിച്ചുകൊല്ലാമോ? ഉത്തരം: ഉപദ്രവകാരികളായ ജീവികളെ കരിച്ചുകൊല്ലൽ അനുവദനീയമാണ്. ചോദ്യം: ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ചൂണ്ടുവിരൽ ഉയർത്തുന്നതിലെ രഹസ്യമെന്താണ്? ഉയർത്താൻ വലതുവിരൽ തന്നെ നിർണയിച്ചത് എന്തിനാണ്? ഉത്തരം: അള്ളാഹുവിൻ്റെ ഏകത്വത്തെ മനസ്സാ വാചാ കർമ്മണ അംഗീകരിക്കലാണ് അതിലെ രഹസ്യം. വലത്തെ ചൂണ്ടുവിരൽ ഹൃദയത്തിലേക്കുള്ള ഞരമ്പുമായി ബന്ധപ്പെട്ടതിനാൽ അതുയർത്തുമ്പോൾ കൂടുതൽ ഹൃദയ സാന്നിധ്യം ലഭിക്കും. ചോദ്യം: പൊട്ടിയ ചീർപ്പുകൊണ്ട് മുടി ചീകരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം: പൊട്ടിയ ചീർപ്പുകൊണ്ട് മുടി ചീകൽ ദാരിദ്ര്യം വരുത്തുന്നതാണ്. ചോദ്യം: വെള്ളം ശുദ്ധീകരിക്കാൻ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കുന്നതിന് വിരോധമുണ്ടോ? ഉത്തരം: വെള്ളം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണെങ്കിലും ഉപയോഗം വർദ്ധിച്ചത് കാരണം വെള്ളത്തിൻ്റെ പേര് തന്നെ മാറും വിധത്തിൽ പകർച്ച വന്നാൽ ആ വെള്ളം ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. ചോദ്യം: നിസ്കാരത്തിൽ രണ്ടാം സലാം വീട്ടിയ ഉടനെ ചൊല്ലൽ സുന്നത്തായ ദുആ ഉണ്ടോ? ഉത്തരം: ഉണ്ട്. അസ്അലുക്കൽ ഫൗസ ബിൽ ജന്ന എന്ന് ചൊല്ലൽ സുന്നത്താണ്. ചോദ്യം: ചാണകം നജസാണല്ലോ, എന്നാൽ അതിൽ നിന്നുണ്ടാക്കുന്ന ഗ്യാസ് ഉപയോഗിച്ച് പാചകം ചെയ്താൽ അവ ഭക്ഷിക്കൽ അനുവദനീയമാണോ? ഉത്തരം: തീർച്ചയായും അനുവദനീയമാണ്. ചോദ്യം: അത്തഹിയ്യാത്തിലെ അല്ലാ ഇലാഹ എന്നത് അൻ ലാ ഇലാഹ എന്ന് വേർതിരിച്ച് പറഞ്ഞാൽ അത്തഹിയ്യാത്ത് സഹീഹാകുമോ? ഉത്തരം: സഹീഹാവില്ല. ഇപ്രകാരം മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നത് മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് വേർതിരിച്ച് പറഞ്ഞാലും അത്തഹിയ്യാത്ത് സഹീഹാവില്ല.